ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടു മൈ ഷോറിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ ഫാൻഷിയാവോനെ ഷുലാങ് ആണെങ്കിൽ ഒരു ക്ലബ്ബിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. തന്നെ ബോധം കെടുത്തത് ആരാണെന്നും തൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തത് ആരാണെന്നും താൻ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഫാൻഷിയാവോ അത് താനാണെന്നുള്ള കാര്യം ഷുലാങ്ങിന് മനസ്സിലായിട്ടുണ്ടാകുമ്പോൾ എന്ന് ഓർത്തിട്ട് ചെറുതായിട്ടൊന്നും ടെൻഷൻ ആവുന്നുണ്ട്. എന്നാൽ അവനത് പുറത്തേക്ക് കാണിക്കുന്നില്ല. അതാരാണ് ചെയ്തത്, അതാരാണ് എന്നിങ്ങനെ ഷുലാങ്ങിനോട് ചോദിക്കുന്നുണ്ട്. ഷുലാങ് അപ്പോൾ നീ എൻ്റെ കൂടെ വാ, അയാൾ ഈ ക്ലബ്ബിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷുലാങ് അവനെയും കൊണ്ട് നേരെ മറ്റ് പാർട്ടി ഹാളിലേക്ക് പോവാണ്. പോകുന്ന ടൈമിന് ഷുലാങ് കാണാതെ ഫാൻഷിയാവോ ആർക്കും ഒന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പാർട്ടി ഹാളിലേക്ക് കയറുന്ന ടൈമിന് അവിടെയാണെങ്കിൽ ഈ ഫാൻഷിയാവോയുടെ ഫ്രണ്ടായിട്ടുള്ള, അതായത് എബ്രോഡിൽ നിന്നൊരു ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ്റെ പേര് ഹുവ എന്നാണ്. സോ ഹുവയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഒരു പയ്യനും ഹുവയും കൂടി ചേർന്നിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഫാൻഷിയാവോയ്ക്ക് വേണ്ടിയിട്ട് ഷുലാങ്ങിനെ ബോധം കെടുത്തിട്ട് ബെഡിലേക്ക് കൊണ്ട് കിടത്തിയത്. അപ്പോൾ ഈ ഒരു പയ്യനാണെങ്കിൽ ഇപ്പോൾ അവന് കിട്ടിയ ആ ഒരു വീഡിയോ ഇങ്ങനെ ക്യാപ്ചർ ആയിട്ടുണ്ട്. അപ്പോൾ ഷുലാങ് ഈ ഒരു പയ്യൻ തന്നെയാണ് ചെയ്തത് ഇങ്ങനെ ഉറപ്പിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവനെ കാണാനാണ് വന്നിരിക്കുന്നത്. അവനാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇവരാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പാട്ടെല്ലാം ഓഫ് ചെയ്യുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യാനുണ്ട്. വേണമെങ്കിൽ കാഴ്ചക്കാരെ കണ്ടുകൊണ്ടിരിക്കട്ടെ, ഇല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞു വിടാനായിട്ട് ഷുലാങ് പറയുന്നുണ്ട്. ആ ഒരു പയ്യൻ എല്ലാവരും പറഞ്ഞു വിടുന്നുണ്ട്. ഇവർ ചെന്നിരുന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഫാൻഷിയാവോ അപ്പോൾ ഹുവേരെ കൂടെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടങ്ങ് അഭിനയിക്കുകയാണ്. ഈ ഒരു പയ്യനും കൂടെ ചേർന്നിട്ട് ഷുലാങ്ങിനെ ഫാൻഷിയാവോയുടെ ബെഡിലേക്ക് കൊണ്ട് കിടത്തിയതുകൊണ്ട് തന്നെ ഫാൻഷിയാവോ ഇപ്പോൾ കാണിക്കുന്നതെല്ലാം ഭയങ്കര ഒരു അഭിനയമാണെന്ന് ഈ ഒരു പയ്യനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ സത്യവും തുറന്നു പറയുന്നില്ല. അവന് വലിയ കാര്യത്തിൽ കൂടെ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ഷുലാങ് ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, അന്ന് രാത്രി നടന്ന സംഭവമല്ല, അന്നൊക്കെ ഓർമ്മയുണ്ടോ, നീ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്. അവനിപ്പോൾ ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ അവനൊരു കോൾ വരുന്നുണ്ട്. ആ കോളാണെങ്കിൽ ഫാൻഷിയാവോ നീ കോൾ അറ്റൻഡ് ചെയ്യും, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് കോൾ എടുക്കാനേ നിർബന്ധിക്കുകയാണ്. കാരണം ഫാൻഷിയാവോയുടെ കൂട്ടുകാരനാണ് വിളിക്കുന്നത് ഇവൻ്റെ അടുത്ത്, നീ തന്നെയാണ് സമ്മതിച്ചു കൊടുക്കാനായിട്ട്, അത് ഫാൻഷിയാവോന് ഒറ്റ കൊടുക്കരുതെന്ന് പറയാനായിട്ട്. അങ്ങനെ ആ ഒരു പയ്യൻ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഹുവയാണെങ്കിൽ കുറേ കാര്യം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. നമ്മളതൊന്നും കേൾപ്പിക്കുന്നില്ല. കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഷുലാങ്ങിനോട് ആ ഒരു പയ്യൻ, അത് ഞാൻ തന്നെയാണ് അങ്ങനെ ചെയ്തത്, എനിക്ക് നിന്നെ കണ്ടപ്പോൾ ഒന്ന് കിസ് ചെയ്യണം അങ്ങനെയൊക്കെ തോന്നി, അതുകൊണ്ട് ഞാൻ തന്നെയാണ് നിന്നെ ബോധം കെടുത്തിയത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഷുലാങ് അപ്പോൾ ഇത്രയും നേരം നീയല്ല ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പെട്ടെന്ന് നീയാണ് ചെയ്തതെന്ന് നീ തുറന്ന് പറയാൻ കാരണം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് ഒരു പയ്യൻ പറയുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ഫാൻഷിയാവോ ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവനെ അടിക്കാനേ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ഷുലാങ് അവൻ 2 അടി കൊടുക്കുന്നുണ്ട്. ആ ഒരു പയ്യനപ്പോൾ ഒരു ബിയറിൻ്റെ ബോട്ടിലൊക്കെ എടുത്ത് ഷുലാങ്ങിനെ അടിക്കാനായിട്ട് വരുമ്പോൾ ഫാൻഷിയാവോ ഒരു പയ്യനെ അടിക്കുന്നുണ്ട്. അവനെയും കൊണ്ട് അവിടെ സൈലൻ്റ് ആയിരുന്ന റെസ്റ്റ് റൂമിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഡോറങ്ങ് ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് ഫാൻഷിയാവോ ആ പയ്യൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ തന്നെ ഇപ്പോൾ ഇടിക്കാനായിട്ട് പോവാണ്, നീ എന്നോട് ക്ഷമിക്കണം, നമുക്കിപ്പോൾ ഈ ഒരു അഭിനയം കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ എന്ന്. എന്നാൽ ആ ഒരു പയ്യൻ ഇല്ല, ഞാനാണെങ്കിൽ ഇപ്പം തന്നെ സത്യങ്ങൾ തുറന്നു പറയും, നിൻ്റെ അടി കൊള്ളാനല്ല ഞാനിവിടെ ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫാൻഷിയാവോ ഈ ഒരു പയ്യൻ ഒരുമിച്ച് ഇങ്ങനെ ഇൻറ്റിമേറ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മോഡലായിട്ടുള്ള പെങ്കൊച്ചുണ്ട്. ആ ഒരു പെങ്കൊച്ചിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇത് ഇവളുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഞാൻ റെഡിയാക്കി തരാം, പിന്നീട് ബാക്കി കാര്യങ്ങളെല്ലാം നീ സെറ്റാക്കിക്കോ, പക്ഷേ അവസരം ഞാൻ റെഡിയാക്കി തരും, അത് വേണമെങ്കിൽ ഇപ്പം നീ ഇതിന് കൂട്ടിയിരിക്കണമെന്ന് പറയുന്നുണ്ട്. അത് കാണുന്ന സമയത്ത് തന്നെ ആ ഓക്കെ നീ അടിച്ചോളാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ കിടന്ന് ഇവർ അടിക്കുന്നുണ്ട്. ഈ അടിയുടെ സൗണ്ട് പുറത്ത് നിന്ന് ഷുലാങ് കേൾക്കുന്നുണ്ട്. ഷുലാങ്ങിൻ്റെ അടുത്ത് നിന്ന് ഇത്തിരി സഹതാപം കിട്ടാനായിട്ട് ഫാൻഷിയാവോ അവൻ്റെ കൈയാണെങ്കിൽ മനഃപൂർവ്വം കൊണ്ട് അവിടുത്തെ ചുവരിലിടിക്കുന്നുണ്ട്. കൈ നന്നായിട്ട് മുറിങ്ങിയിട്ട് ബ്ലഡും വരുന്നുണ്ട്. ആ ഒരു പയ്യനാണെങ്കിൽ നീ എന്താ ഇപ്പോൾ കാണിച്ചിങ്ങനെ ചോദിക്കുമ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും പുറത്തേക്കുന്ന അവന് എൻ്റെ അടുത്ത് പാവം തോന്നുമോ എന്നിങ്ങനെ ഒരു പയ്യനോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ ആ ഒരു പയ്യനെ ഇടിച്ചൊരു പരുവാക്കിയ കണക്കിൽ പതുക്കെ റെസ്റ്റ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഒന്നും സംഭവിക്കാത്ത പോലെ ഇനി നമുക്ക് പോയാലെന്നൊക്കെ ചോദിച്ചിട്ട് ഷുലാങ് വിട്ട് പോകാൻ നിൽക്കുമ്പോൾ ഷുലാങ് ഇവൻ്റെ ഈ കൈ ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്ന കാണുന്നുണ്ട്. ആ ടൈമിൽ ഷുലാങ് വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ ഫാൻഷിയാവോനെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. അവനെന്തായാലും ചുമരിൽ കൊണ്ട് ഇടിച്ച ഇടി ഒരു 1.5 ഇടിയായിരുന്നു. കൈക്ക് ചെറിയൊരു ഫ്രാക്ചർ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൈ പനക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് അത് റൈറ്റ് ഹാൻഡും കൂടെ ആയതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാം അവന് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവർ നേരെ വന്നേക്കുന്നത് ഫാൻഷിയാവോയുടെ വീട്ടിലേക്കാണ്. ആദ്യമായിട്ടാണ് ഷുലാങ് ഫാൻഷിയാവോയുടെ വീട്ടിലേക്ക് വന്നേക്കുന്നത്. അങ്ങനെ ഫാൻഷിയാവോ വെൽക്കം എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ആ ടൈമിന് ഷുലാങ് നിൻ്റെ കൈ അനക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, വെറുതെ ആവശ്യമില്ലാതെ കൈ അനക്കരുത്, ഒരുപാട് അനക്കി കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേറ്റഡ് ആവും, ഡോക്ടർ പറഞ്ഞ ആരും നീ മറക്കരുതെന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് അവൻ ഫാൻഷിയാവോയുടെ കോട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയമാണ് ഫാൻഷിയാവോ നോക്കുമ്പോൾ അവൻ്റെ ലാപ്ടോപ്പ് അവിടെ ടേബിളിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന കാണുന്നത്. അതും അവൻ്റെ ലാപ്ടോപ്പ് ഡെയിലി വീട്ടിൽ വന്ന് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഷുലാങ്ങിൻ്റെ ആ ഒരു കാറിൽ വെച്ചിട്ടുള്ള ആ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ്. ഷുലാങ് ഇപ്പോൾ ആ ഒരു ലാപ്ടോപ്പ് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ അത് ഇരിക്കുന്ന ഉറപ്പായിട്ടും കാണും. കാരണം ലാപ്ടോപ്പ് ഓഫ് ആയിരുന്നില്ല, ആ ഒരു വീഡിയോ ഇങ്ങനെ പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഷുലാങ്ങിനെ പെട്ടെന്ന് ഇങ്ങനെ ഇവൻ കോൺസെൻട്രേഷൻ തെറ്റിച്ച് വിടാണ്. അതായത് ആ ഒരു ബാൽക്കണിയിൽ അങ്ങോട്ടേക്ക് പോയി നല്ല വ്യൂ ആണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഷുലാങ് അങ്ങോട്ടേക്ക് പോകുന്ന ടൈമിന് ഇവനാണെങ്കിൽ ലാപ്ടോപ്പ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഷുലാങ്ങിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ രാവിലെയാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ ആ ഒരു മൗണ്ടൻസ് മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത്, നല്ല ഭംഗിയാണെന്നൊക്കെ പറയുന്നുണ്ട്.
എന്നിട്ട് തിരിച്ച് സോഫയിലേക്ക് ചിന്തിക്കുമ്പോൾ ഫാൻസി അവരോട് പറയുന്നുണ്ട്, നീ നൈറ്റ് ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, നിൻ്റെ വലത്തേക്ക് ഒരു ധനക്കാരൊന്നും നിൽക്കണ്ടാന്ന്. ആട്ടവന് ഫാൻസി ആവോ എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഭയങ്കര ടൈറ്റാണ്, റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാവോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതിന് നീ നിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഫാൻസി ആവോ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്, എന്നാൽ കൂടെ റൈറ്റ് ഹാൻഡും കൂടെ യൂസ് ചെയ്യാൻ പോകുന്നതാണ്. ബുഷിൽ അങ്ങ് വേണ്ട ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ട് അവൻ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ അടുത്തിരുത്തിയിട്ട് അവൻ്റെ ഒരു ഷർട്ടിൻ്റെ ബട്ടൺസിൽ അഴിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ അഴിച്ചു വരുമ്പോഴത്തേക്കും ഇവൻ്റെ സിക്സ് പാക്ക് ഒക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്. ഒന്നാമതേ ഷുലാങ്ങിന് പയ്യന്മാരാണ് ഇഷ്ടം. ഇത് കാണുമ്പോഴത്തേക്കും അവൻ്റെ കൺട്രോൾ ചെറുതായിട്ട് പോയി തുടങ്ങുന്നുണ്ട്. ആ ടൈമിൽ അവൻ ഫാൻഷിയാവിനെ ഇങ്ങനെ നോക്കുമ്പോൾ ഫാൻഷിയാവോ കിസ് ചെയ്യാൻ വരുന്നവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് ഷുലാങ്ങനെ തട്ടി മാറ്റിയിട്ട് എന്താ നീ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഫാൻഷിയാവോ അപ്പോൾ വീണ്ടും ഇങ്ങനെ എത്തി വന്നിട്ട് അവിടെ സൈഡിൽ നിന്ന് റിമോട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ റിമോട്ട് ഇങ്ങനെ അന്വേഷണം നടക്കുമായിരുന്നു, ഇപ്പോഴാണ് കിട്ടിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഫാൻഷിയാവോ താൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. ഫാൻഷിയാവ് തിരിച്ചു വരുമ്പോഴത്തേക്കും ഷുലാങ് ഫാൻഷിയാവരുടെ അടുത്ത് നമ്മളിപ്പോൾ അടിച്ച ആ ഒരു പയ്യൻ അവൻ്റെ പേര് പെങ്യു എന്നാണ്, പെങ്യു ആണ് എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല, അന്ന് നൈറ്റ് എന്നെ ബോധം കെടുത്തിട്ട് എന്നെ അങ്ങനെ കിസ്സൊക്കെ ചെയ്തത് അവനാണെന്ന് എനിക്ക് ഒട്ടും തന്നെ തോന്നുന്നില്ല, കാരണം സംസാരിച്ച് വെച്ചിട്ട് അവനൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പയ്യനാണ്, അപ്പോൾ പിന്നെ അവനെങ്ങനെ എന്നെ കിസ് ചെയ്യാനാണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഫാൻഷിയാവ് അടുത്തേക്ക് വന്നിരുന്നിട്ട് അന്ന് നൈറ്റ് ചിലപ്പോൾ അവൻ ഡ്രിങ്ക് ചെയ്തിട്ട് വല്ലത് വലിച്ച് കയറ്റി കാണും, അങ്ങനെ അപ്പോൾ ആ ഒരു കിക്കിൽ അവൻ അറിയാതെ ചെയ്തു പോയതായിരിക്കും, ചിലരങ്ങനെ ചെയ്യാറുണ്ടല്ലോ, അതിന് ചാൻസ് ഉണ്ടല്ലോ എന്നൊക്കെ പറയാണ്. സമയം ഷുലാങ് നോക്കുമ്പോൾ ഫാൻഷിയാവ് അവൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് ആൽക്കഹോൾ കുടിക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ഷുലാങ് ആണെങ്കിൽ നിനക്ക് ഇപ്പോൾ മരുന്നൊക്കെ തന്നെയല്ലേ കഴിക്കാനായിട്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഇത് കുടിക്കണ്ടെന്ന് പറയുമ്പോൾ അല്ല എനിക്ക് വേണ്ടിയിട്ടല്ല നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടു തന്നെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷുലാങ് ഇത് വാങ്ങുന്നുണ്ട്, ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. ഫാൻഷിയാവരുടെ അടുത്ത് തന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തതിനും പ്രൊട്ടക്ട് ചെയ്തതിനൊക്കെ താങ്ക്സ്, എൻ്റെ ലൈഫിൽ കുഞ്ഞിലേ തൊട്ട് ഒരുപാട് ആൾക്കാരൊന്നും തന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല എന്നും അവൻ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് അവൻ അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നതാണ്. എന്നാൽ കിടന്നിട്ട് ഷുലാങ്ങിന് ഉറക്കം വരുന്നില്ല. അങ്ങനെ അവൻ എഴുന്നേറ്റിരുന്നിട്ട് സ്മോക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. ആ ടൈമിൽ ഫാൻഷിയാവ് അവൻ്റെ അടുത്ത് കുറച്ച് മുന്നേ നീ ഇവിടെ സ്റ്റേ ചെയ്യും, ഇവിടുന്ന് വേറെ ടാക്സി ഒന്നും കിട്ടത്തില്ല, പിന്നെ നാളെ രാവിലെ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുണ്ട്, നീ എന്നെ ഓഫീസിൽ കൊണ്ടുവിടേണ്ടി വരികയും ചെയ്യും, അതുകൊണ്ട് ഇവിടെ നിന്ന് ഇവിടെ ഒരു ഗസ്റ്റ് റൂമുണ്ട്, പുതിയ ബെഡൊക്കെയാണുള്ളത്, ആരും യൂസ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ അവൻ പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് സ്മോക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ടൈമിന് പെട്ടെന്ന് ഇവർ ഹോസ്പിറ്റലിൽ പോയ ടൈമിന് ഡോക്ടറാണെങ്കിൽ ഫാൻഷിയാവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്സ് കഴിച്ചിട്ട് നൈറ്റ് പനി വരാൻ ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെ ഇപ്പോൾ അവനെങ്ങാനും പനിയായിട്ട് ഉണ്ടാകുമോ എന്നിങ്ങനെ കരുതിയിട്ട് ഷുലാങ് നേരെ ഫാൻഷിയാവരുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഫാൻഷിയാവ് നല്ല ഉറക്കമായിരുന്നു. നോക്കുന്ന ടൈമിന് അവന് പനിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷുലാങ് ഫാൻഷിയാവിനെ പതുക്കെ വിളിക്കുന്നുണ്ട്, നിനക്ക് ഓക്കെ ആണോ, എന്തെങ്കിലും വയ്യായ്ക തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വയ്യാത്ത പോലെ തോന്നുന്നു, നീ എന്നെ ഹെൽപ്പ് ചെയ്യാവോ എന്നിങ്ങനെ ചോദിച്ചിട്ട് ഫാൻഷിയാവ് ഷുലാങ്ങിനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ ടച്ച് ചെയ്യാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഷുലാങ് പെട്ടെന്ന് ഇവനെ തള്ളി മാറ്റുന്നുണ്ട്, ഇവനൊരു അടി കൊടുക്കുന്നുണ്ട്. നല്ല ഒന്നൊന്നര ഒരു പടക്ക പൊട്ടുന്ന സൗണ്ടായിരുന്നു. എന്തായാലും അടി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഷുലാങ് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ നിൻ്റെ ഈ കുട്ടി കളിക്കുന്ന നിൽക്കാനുള്ള ആളല്ല, ഞാനാണെങ്കിൽ ഒരു ഗേ ആണ്, ആ സത്യം നീ ഇവ മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം ഷുലാങ് തന്നെയാണ് ഫാൻഷിയാവിനെ അവൻ്റെ ഓഫീസിൽ കൊണ്ടുവിടുന്നത്. പാർക്കിങ്ങിൽ കൊണ്ട് കാർ നിർത്തുന്നുണ്ട്. ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഫാൻഷിയാവോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എൻ്റെ കോളറിൻ്റെ അവിടെയുള്ള ബട്ടൺസ് ഓപ്പണായിട്ട് കിടക്കുക, അത് ഇടാനായിട്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഷുലാങ്ങിന് ഫാൻഷിയാവിൻ്റെ അടുത്ത് സംസാരിക്കേണ്ട ഒരു മടി ഉണ്ടായിരുന്നു, താനിപ്പോൾ ഒരു ഗേ ആണെന്നുള്ള സത്യം തുറന്നു ഇറങ്ങിയതുകൊണ്ട് തന്നെ. അത് മനസ്സിലാക്കിയിട്ട് ഫാൻഷിയാവും നീ അങ്ങനെയാണെന്ന് വെച്ചിട്ട് വേറെ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല, യാതൊരു പ്രശ്നമില്ല, പിന്നെ തായ്ലാൻഡ് അവിടെയാണെങ്കിൽ ഗേ മാരേജ് ലീഗലാണ്, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ടെൻഷനാവുന്നത്, അത് മാത്രമല്ല നീ നിൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ആക്ച്വലി ഒരു പയ്യനാണല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഷുലാങ് അപ്പോൾ അതെ നിൻ്റെ അടുത്ത് മറച്ചു വയ്ക്കണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, പിന്നെ ഞാനൊരു ദിവസം നിനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. എന്നിട്ട് ഷുലാങ്ങിനോട് തായിൽ എനിക്ക് നിന്നെ വേണം, നിന്നെ സ്വന്തമാക്കാനായിട്ട് എനിക്കിനി കാത്തിരിക്കാൻ വയ്യ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഷുലാങ്ങിന് തായ് മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ നീ ഇപ്പം എന്താ പറഞ്ഞത് എന്ന് ഫാൻഷിയാവരോട് ചോദിക്കുന്നുണ്ട്. ഫാൻഷിയാവ് അപ്പോൾ നിനക്കൊരു നല്ല ദിവസം ഞാൻ ആശംസിച്ചതാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഫാൻഷിയാവ് അപ്പോൾ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ലൂഷനെയും ഇവനെയും നമ്മൾ തെറ്റിപ്പിരിക്കണം, എന്നാലും ഇവനെ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പണി ഒപ്പിക്കണമെന്ന് എഴുതിയിട്ട് ഇവൻ്റെ അസിസ്റ്റൻറ്റിനെ കോൾ ചെയ്തിട്ട് ലൂഷന് ഒരു ആൻറ്റിക് പീസായിട്ടുള്ള മോതിരം ഇന്ന് നടക്കാൻ പോകുന്ന ഓപ്ഷനിൽ നിന്ന് എടുത്തിട്ട് സ്വന്തമായിട്ട് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഷുലാങ് ഇപ്പോൾ ലൂഷനുമായിട്ട് സംസാരിക്കുന്നതാണ്. ലൂഷൻ ഷുലാങ്ങിൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ലൂഷൻ പറയുന്നത് നമുക്ക് ബ്രേക്കപ്പ് ആവുമെന്നാണ്. ഷുലാങ് ആ ടൈമിന് റീസൺ ചോദിക്കുന്നുണ്ട്. ലൂഷനപ്പോൾ ഞാൻ നിനക്ക് പറ്റിയ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്കപ്പ് ആവുമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിലാണ് നമ്മൾ കുറച്ചുകൂടി നടന്ന കാര്യം കാണിക്കുന്നത്. ഫാൻഷിയാവ് പറഞ്ഞതനുസരിച്ച് ഫാൻഷിയാവുടെ അസിസ്റ്റൻറ്റ് ഓപ്ഷനിൽ നിന്ന് നല്ലൊരു മോതിരം നോക്കിയിട്ട് ലൂഷന് അവൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ലൂഷൻ അതൊക്കെ നോക്കിയിട്ട് ഇതൊന്നും വേണ്ടായിരുന്നു, എനിക്കിങ്ങനെ തരേണ്ട ആവശ്യമില്ലായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഫാൻഷിയാവ് ഇപ്പോൾ തിരക്കല്ലേ, അവൻ എന്തുകൊണ്ടാണ് നേരിട്ട് ഇങ്ങോട്ടേക്ക് വരാത്തതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല, എൻ്റെ അടുത്ത് ഇത് കൊണ്ട് തരാനായിട്ട് പറഞ്ഞു, ഞാൻ തന്നു, നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിലും ഇത് നിങ്ങൾ നേരിട്ട് ഫാൻഷിയാവരോട് തന്നെ പറഞ്ഞാൽ മതി. പിന്നെ ഫാൻഷിയാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവനാണെങ്കിൽ അവൻ സ്നേഹിക്കുന്ന ആളെടുത്ത് കുറച്ച് പൊസസീവ്നെസ് കാണിക്കുന്ന തരത്തിലൊരു പയ്യനാണെന്ന് പറയുന്നുണ്ട്. ലൂഷനാണെങ്കിൽ ഈ വക റീസൺസൊക്കെ
കൊണ്ടായിരിക്കും ഇപ്പോൾ ഷുലാങ്ങിന് ബ്രേക്കപ്പ് ആക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അതായത് അവൻ മേ ബി ഫാൻഷിയായുമായിട്ട് ഒന്നിക്കാമെന്ന് വിചാരിച്ച് കാണും. അത് തന്നെയാണ് കാര്യം. എന്തായാലും അവനിപ്പോൾ ഷുലാങ്ങിനോട് സത്യം തുറന്ന് പറയുന്നില്ല, ജസ്റ്റ് ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഷുലാങ്ങിന് പക്ഷേ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. അവനാണെങ്കിൽ ഓക്കെ എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകാനായി തുടങ്ങുന്നുണ്ട്. ലൂഷൻ പെട്ടെന്ന് അവന് ബാക്കിൽ നിന്ന് ഹഗ് ചെയ്തിട്ട് കരയാനായി തുടങ്ങുന്നുണ്ട്. ഷുലാങ് പക്ഷേ ലൂഷനെ പിടിച്ച് മാറ്റിയിട്ട് ഇനി നിനക്ക് എൻ്റെ മനസ്സിൽ യാതൊരു സ്ഥാനമില്ല ലൂഷൻ എന്ന് പറഞ്ഞിട്ട് പോകാനായി തുടങ്ങുന്നുണ്ട്. എന്നാൽ ലൂഷൻ വീണ്ടും വന്ന് ഹഗ് ചെയ്തിട്ട് ഞാനാണെങ്കിൽ എപ്പോഴും നീയുമായിട്ട് ക്ലോസ് ആവാൻ ശ്രമിച്ചാലും നമ്മൾ എത്ര തവണ ക്ലോസ് ആയിട്ടിരുന്നാലും നീ എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കുന്നവരാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിൻ്റെ മനസ്സിലോട്ട് എനിക്ക് കയറി ചെന്ന് നിൻ്റെ ആ ഒരു ഒറ്റപ്പെടൽ മാറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഒരിക്കൽ പോലും അങ്ങനെ പറ്റിയിട്ടില്ല. നീ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായാൽ പോലും നീയാണെങ്കിൽ ഒറ്റപ്പെട്ട് പോകുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കെന്തോ നിൻ്റെ ആ ഒരു ഒറ്റപ്പെടൽ മാറ്റി തരാനായിട്ട് പറ്റിയിട്ടില്ല എന്നൊക്കെ അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഷുലാങ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ബാറിലേക്ക് ചെന്നിരുന്നിട്ട് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടേക്ക് തന്നെ അവൻ ഫാൻഷിയാവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫാൻഷിയാവ് വന്നിട്ട് അല്ല ഇപ്പം എന്തോട്ട് ഇങ്ങനെ ഡ്രിങ്ക് ചെയ്യാനായിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഷുലാങ് അപ്പോൾ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. എന്നെ ഫാൻഷിയാവും നീ അത് മറച്ചു വയ്ക്കാൻ നോക്കിയിട്ടും എന്തോ കാര്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലേ, അപ്പം പിന്നെ തുറന്നു പറയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഷുലാങ് അങ്ങനെ താൻ തൻ്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ആയി എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നത് ഫാൻഷിയാക്ക് മനസ്സിൽ ഒന്നും രണ്ടും അല്ല ചെറപറാന്ന് പടക്കമൊക്കെ പൊട്ടുന്നുണ്ട്. അവ സത്യം പറഞ്ഞാൽ ചിരിക്കുന്നുണ്ട്. അവനാണെങ്കിൽ പിന്നെ അതൊക്കെ ഇങ്ങനെ മറച്ചു പിടിച്ചിട്ട് അയ്യോ എന്താ പറ്റിയ ഒരു ദിവസം പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞതല്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോന്ന് ചോദിക്കുന്നുണ്ട്. ഷുലാങ് അതിന് മറുപടി കൊടുക്കാൻ നിൽക്കുന്നില്ല, ഡ്രിങ്ക് ചെയ്യാനായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം നിനക്ക് ഞാനൊരു കമ്പനി തരാമെന്ന് പറഞ്ഞിട്ട് ഫാൻഷിയാവും ഡ്രിങ്ക് ചെയ്യാനായിട്ട് പോകാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ ഫാൻഷിയുടെ കൈ ഇതുവരെ ശരിയായിട്ടില്ല. അത് മാത്രമല്ല അവൻ മെഡിസിൻസും കൂടെ കഴിക്കുന്നതുകൊണ്ട് തന്നെ അവനെ ഡ്രിങ്ക് ചെയ്യാനായിട്ട് ഷുലാങ് സമ്മതിക്കുന്നില്ല. അവൻ ഓവറായിട്ട് ഡ്രിങ്ക് ചെയ്യുവാണെങ്കിൽ തന്നെ വീട്ടിൽ കൊണ്ടുവിടാനും ഷുലാങ് പറയുന്നുണ്ട്. പിന്നീട് ഷുലാങ് നന്നായിട്ട് ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാൻഷിയാവ് ഷുലാങ്ങിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവനെ കൊണ്ടുവന്ന് ബെഡിലേക്ക് കിടത്തി കഴിയുമ്പോഴത്തേക്കും ഫാൻഷിയാവുടെ കൺട്രോളൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫാൻഷിയാവ് ഇങ്ങനെ ഇപ്പോൾ വരാം, നിന്നെ ടച്ച് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കൈയൊക്കെ വാഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുമ്പോൾ തന്നെ ഷുലാങ്ങും ലൂഷനും ഒരുമിച്ചിരിക്കുന്ന പല ഫോട്ടോസും അവരിങ്ങനെ പരസ്പരം ഇങ്ങനെ എഴുതി ഇങ്ങനെ ഒട്ടിച്ചേക്കുന്ന കുറേ സ്റ്റിക്കി നോട്ട്സും വീട്ടിൽ ഇടുന്ന അവരുടെ ഒരുപോലെയുള്ള 2 ചെരുപ്പുകളും ഇതൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഇവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് ഷുലാങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇന്ന് ഞാൻ നിന്നെ കിസ് ചെയ്തിട്ട് നിൻ്റെ കഴുത്തിലെല്ലാം മാർക്ക് വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അവനെ ഞാൻ ജസ്റ്റ് സഡനായിട്ടൊരു കിസ് വന്നിട്ടങ്ങ് നിർത്തിക്കോളാന്ന് അതും പറഞ്ഞിട്ട് അവനെ കിസ് ചെയ്യുന്നുണ്ട്. ആ ടൈമിന് ഷുലാങ് പെട്ടെന്ന് ലൂഷൻ്റെ ചിന്തയിൽ അത് ലൂഷനാണെന്ന് കരുതിയിട്ട് ലൂഷൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തിരിച്ച് ഫാൻഷിയാവിനെ കിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ലൂഷൻ എന്ന് കരുതിയാണ് തന്നെ കിസ് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ ഫാൻഷിയാവയ്ക്ക് അത് അത്ര ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ ഷുലാങ് ഉറക്കം എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഫാൻഷിയാവോ അവനെ ഹഗ് ചെയ്തിങ്ങനെ കിടക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഫാൻഷിയാവോ ഷർട്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഷുലാങ്ങിന് ഭയങ്കര ടെൻഷനാവുന്നില്ല, അവർക്കിടയിൽ എന്തെങ്കിലും നടന്നു എന്നിങ്ങനെ. ഷുലാങ് അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഇല്ല ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം ഓക്കെയാണ്. അങ്ങനെ ബെഡിൽ നിന്ന് അപ്പോൾ അത് എഴുന്നേൽക്കാൻ നിൽക്കുന്ന സമയം ഫാൻഷിയാവ് അവനെ തടഞ്ഞിട്ട് ഇത്ര നേരത്തെ എങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നതെന്നിങ്ങനെ ചോദിച്ചിട്ട് അവൻ അടുത്തേക്ക് ഇങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഷുലാങ് പറയുന്നുണ്ട്, നിൻ്റെ അടുത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്നെ വെച്ച് കളിക്കരുതെന്ന്, ഇനി എൻ്റെ കൺട്രോൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്തിട്ട് നീ അവസാനം റിഗ്രറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ ആ ഒരു സംഭവം എടുത്തിട്ട് ഇവൻ്റെ അടുത്തേക്ക് എറിയുന്നുണ്ട്. ആ ടൈമിൽ ഷുലാങ് വിചാരിച്ചത് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഫാൻഷിയാവ് ടെൻഷനാവുന്നതാണ്. എന്നാൽ ഫാൻഷിയാവ് പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊന്നും കാണിച്ച് എന്നെ പേടിപ്പിച്ചിട്ട് കാര്യമില്ല, ഇന്നലെ രാത്രി എന്നെ പിടിച്ച് കിസ് ചെയ്തത് നീയാണെന്ന് പറയുന്നുണ്ട്. ഷുലാങ്ങിന് അതിനെ തിരിച്ച് എന്താ പറയേണ്ടത് എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഫാൻഷിയാവോ അവൻ്റെ ഫ്രണ്ട് ഹുവയുമായിട്ടിരുന്നിട്ട് ഡ്രിങ്ക് ചെയ്യുന്നതാണ്. ലൂഷൻ ആ ടൈമിന് ഫാൻഷിയാവിന് കോൾ എന്തോ ചെയ്യുന്നുണ്ട്. എന്നാൽ ഫാൻഷിയാവാണെങ്കിൽ ഇവനെ മൊത്തത്തിലങ്ങ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് ഹുവ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ അവരെ തമ്മിൽ ബ്രേക്കപ്പ് ആക്കി, നിനക്കാണെങ്കിൽ നിൻ്റെ ആഗ്രഹം പോലെ ഷുലാങ്ങിനെ കിട്ടി, എന്നാൽ ഈ ടൈമിന് നീ ലൂഷനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൂഷൻ തിരിച്ച് ഷുലാങ്ങിൻ്റെ അടുത്തേക്ക് തന്നെ പോകത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഫാൻഷിയാവോ എനിക്കറിയാവുന്നിടത്തോളം ലൂഷനാണെങ്കിൽ ഇവനെ ഇട്ടിട്ട് പോയതുകൊണ്ട് തന്നെ ഇനി ഷുലാങ് എന്തൊക്കെ സംഭവിച്ചാലും ലൂഷനെ തിരിച്ച് അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഫാൻഷിയാവോ അവൻ്റെ അസിസ്റ്റൻറ്റിനെ കോൾ ചെയ്തിട്ട് ഇവർക്കാണെങ്കിൽ ഒരു പ്രോജക്റ്റുമായിട്ട് അതായത് വർക്കിൻ്റെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്ന് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ലിസ്റ്റിലേക്ക് ഷുലാങ്ങിൻ്റെ നെയിമും കൂടെ ആഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആ ഒരു പ്രോജക്റ്റിൻ്റെ ട്രിപ്പിന് ഇവർ പോകുന്നതാണ്. അതാണെങ്കിൽ ഒരു കടലൊക്കെ വരുന്ന ഒരു ഏരിയയിലായിരുന്നു ഇവരുടെ ഒരു മീറ്റിങ്ങിൻ്റെ സ്ഥലമൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. അങ്ങനെ ഇപ്പോൾ ഫാൻഷിയാവും ഷുലാങ്ങും അവരുടെ ടീമിലുള്ള മറ്റ് 2 പേരും കൂടി ഇരുന്നിട്ട് അവിടെ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ നല്ല അടിപൊളി സ്ഥലം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാൻഷിയാവയ്ക്ക് ഈ കടലിൻ്റെ തിരമാലയൊക്കെ കേൾക്കുമ്പോൾ അവന് വല്ലാണ്ട് ഒരുമാതിരി ഒരു ട്രോമയൊക്കെ ഉള്ളൊരു ഫീലിൽ അവൻ ഒരുമാതിരിയായി മാറുന്നുണ്ട്. അവനാണെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കുന്നില്ല, നിങ്ങൾ കഴിച്ചോ, ഞാനാണെങ്കിൽ ഭയങ്കര ടയേർഡാണെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ ഇവർ 3 പേരും അതായത് ഷുലാങ്ങും മറ്റ് 2 ടീമിലുള്ളവരും കൂടെ ആയിട്ട് അങ്ങോട്ടേക്ക് ബീച്ചിലൊക്കെ ഇറങ്ങി നടക്കാനായിട്ട് പോകുന്നുണ്ട്. ആ സമയം അവരുടെ ഒരു ഫീമെയിൽ സ്റ്റാഫ് ഇതുപോലെ ഷുലാങ്ങിൻ്റെ അടുത്ത് നിങ്ങൾ ശരിക്കും അടിപൊളിയാണ്, നിങ്ങളുടെ പേര് പറയുമ്പോൾ തന്നെ അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും നിങ്ങൾ ഭയങ്കര ഹാൻസം ആണെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും സംസാരിക്കാറുണ്ട്. നിങ്ങൾ നമ്മുടെ ടീമിൽ വന്നാൽ എന്തായാലും നന്നായി, കാരണം ഫാൻഷിയാവുന്നെങ്കിൽ ഞങ്ങൾക്ക് നേരെ പരിചയമില്ല, നിങ്ങളുള്ളതുകൊണ്ട് നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെന്ന് പറയാണ്. ആ ടൈമിൽ ഷുലാങ് ഓ
അങ്ങനെയൊന്നും ഇല്ലാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ആ സമയം തന്നെ ഷുലാങ് നിങ്ങളെന്നാൽ കണ്ടിന്യൂ ചെയ്ത് നടന്നോ, അവനാണെങ്കിൽ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ, ഞാൻ ഫാൻഷിയാവോക്ക് ഫുഡും എല്ലാം വാങ്ങിച്ച് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് നേരെ ഫുഡും വാങ്ങിച്ച് ഫാൻഷിയാവോയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. ചെല്ലുമ്പോൾ ഫാൻഷിയാവോ റൂമിൽ ലൈറ്റൊന്നും ഇടാതെ ഇരുട്ടത്തിരിക്കുന്നുണ്ടായിരുന്നു. ഫാൻഷിയാവാണെങ്കിൽ ഷുലാങ്ങിൻ്റെ അടുത്ത് റൂമിൽ ലൈറ്റ് ഇടണ്ടെന്ന് പറയുന്നുണ്ട്. ഷുലാങ് അങ്ങനെ നിനക്ക് എന്താ പറ്റിയെന്ന് ഇങ്ങനെ ചോദിച്ചു അവൻ്റെ അടുത്തോട്ട് പോകുന്നതും ഫാൻഷിയാവാണെങ്കിൽ ഇവനെ ഹഗ് ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് നിൽക്കാമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഷുലാങ് അപ്പോൾ കുഴപ്പമില്ല എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഫാൻഷിയാവാണെങ്കിൽ മുമ്പ് ഇന്തോനേഷ്യയിലെ ഒരു ഐലൻഡിലാണെങ്കിൽ ഒരു 3000 ആൾക്കാർ ഒരു സുനാമിയിൽ പെട്ട് മരിച്ചു പോയത് നീ അറിഞ്ഞോ, ആ ഒരു ന്യൂസ് നിനക്ക് ഓർമ്മയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഷുലാങ് അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഒരു സുനാമിയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഫാൻഷിയാവോ അപ്പോൾ ആ സ്ഥലത്ത് ഞാനും എൻ്റെ ഫാമിലി വെക്കേഷന് പോയിട്ടുണ്ടായിരുന്നു, അതും ആ ഒരു സുനാമി വരുന്നതിന് കുറച്ച് നേരം മുന്നേ ഞാനും എൻ്റെ അമ്മയൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സുനാമി വന്ന സമയത്ത് അമ്മ എന്നെ എടുത്തുകൊണ്ട് പെട്ടെന്ന് ഓടിപ്പോയി ഇങ്ങനെ എന്നെ രക്ഷിക്കണമെന്ന് കരുതിയിട്ട്. എന്നാൽ അവസാനം നമ്മൾ കയറിയുന്ന സ്ഥലത്തുള്ള വെള്ളമൊക്കെ കൂടാനായിട്ട് തുടങ്ങി. ആ ടൈമിന് എന്നെ രക്ഷിക്കാനായിട്ട് അമ്മയാണെങ്കിൽ വെള്ളം കൂടി വന്നിട്ടുണ്ടെങ്കിൽ പരമാവധി ശ്രമിച്ച് ആ റൂമിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അടുക്കി വെച്ചിട്ട് എന്നെ അതിൻ്റെ ടോപ്പിലോട്ട് പിടിച്ച് നിർത്തി. ഇരുട്ടായതുകൊണ്ട് ഞാൻ പേടിക്കാതിരിക്കാൻ അമ്മയുടെ ഉണ്ടായിരുന്ന ഒരു ഫുൾ പാക്കറ്റ് തീപ്പെട്ടിയും എൻ്റെ എടുത്ത് തന്നു, പേടിക്കുന്നതനുസരിച്ച് കത്തിച്ച് വെക്കാനായിട്ട് പറഞ്ഞിട്ട്. അങ്ങനെ എന്നെ അവിടെ നിർത്തി കഴിഞ്ഞു. പതുക്കെ വെള്ളം കൂടി വരുന്നതനുസരിച്ച് എൻ്റെ അമ്മയാണെങ്കിൽ അതിൽ മുങ്ങിപ്പോയി. അമ്മ മരിക്കുകയും ചെയ്തു. എൻ്റെ മുന്നിൽ വെച്ചാണ് എൻ്റെ അമ്മ മരിച്ചു പോയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ഷുലാങ്ങിന് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഫാൻഷിയാവോ ഇത് പറയുന്നതനുസരിച്ച് അവനാണെങ്കിൽ ഒരുമാതിരിയായി വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവന് ദേഷ്യം വരുന്നുണ്ട്. ആ സുനാമിയിൽ എല്ലാവരും മരിച്ചു പോകണമായിരുന്നു, എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, അങ്ങനെയാണ്, ഈ ലോകത്ത് ജീവിക്കാൻ ഭയങ്കര പാടാണ്, അമ്മ മരിക്കുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് ഞാൻ ജീവിക്കണം എന്നാണ് പറഞ്ഞത്, എന്നാൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഷുലാങ് അവനെ സമാധാനിപ്പിക്കാൻ നോക്കുകയാണ്. എന്നാൽ അവൻ ഷുലാങ്ങിനോട് ദേഷ്യപ്പെട്ടിട്ട് നീയാണെങ്കിൽ ആരാധന നിൻ്റെ വിചാരം, നിനക്ക് ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ കയറി അധികരിക്കാനുള്ള അവകാശമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ഷുലാങ്ങിനെ കിസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഒന്ന് ഷുലാങ് തടുക്കുന്നില്ല, എന്നാൽ പെട്ടെന്ന് പിന്നീട് ഷുലാങ് ആണെങ്കിൽ ഫാൻഷിയാവിനെ പിടിച്ച് മാറ്റുന്നുണ്ട്. ആ സമയം ഫാൻഷിയാവ് അവൻ സോറി എന്ന് പറയുന്നുണ്ട്. ഷുലാങ് കുഴപ്പമില്ല, അതിൻ്റെ ട്രോമ റെസ്പോൺസ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് അവർ വന്ന പ്രോജക്റ്റിൻ്റെ മീറ്റിംഗ് അടുത്ത ദിവസം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മീറ്റിങ്ങിന് അവർ പോകുന്നുണ്ട്. അവിടെ ചെന്നിരിക്കുന്ന ടൈമിനായ പോലും ഈ തിരമാലയുടെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഫാൻഷിയാവ് വല്ലാണ്ടാവുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് അവനെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് ഷുലാങ് അവൻ്റെ അടുത്ത് നീയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കും, ഇവർ പറയുന്ന പോയിന്റ്സ് എല്ലാം ശരിക്കും അടിപൊളിയാണ്, നോട്ട് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞിട്ട് അവൻ്റെ ശ്രദ്ധ മാറ്റിവിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മീറ്റിംഗ് എൻഡ് ആവുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും ഫുഡ് കഴിച്ചോളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ഷുലാങ് നമുക്ക് വേണ്ടിയുള്ള ഫുഡ് ഞാൻ ഹോട്ടലിൽ ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ഫാൻഷിയാവോയ്ക്ക് വീണ്ടും ഒന്ന് കടലിലോട്ട് പോകണമെന്നും അവൻ്റെ ഒരു പേടി ഫേസ് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നിയിട്ട് നമുക്കൊന്ന് ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോയാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഫാൻഷിയാവോ ഒരിടത്ത് ഷുലാങ് ഓക്കെ എന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും കടലിലേക്ക് പോകുന്നുണ്ട്. ഫാൻഷിയാവോ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ കൂടുതൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് മനസ്സിലായിട്ട് ഷുലാങ് ചെന്ന് അവനെ പിടിക്കുന്നുണ്ട്. നീ ഒറ്റയടിക്ക് ഇങ്ങനെ ശ്രമിച്ചിട്ടല്ല നിൻ്റെ പേടി മാറ്റേണ്ടത്, പതുക്കെയാണ്, നീ ഇപ്പോൾ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് കരയിലേക്ക് കൊണ്ടിരുത്തുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന ടൈമിന് ഫാൻഷിയാവോ ഈ ഒരു പേടി മുമ്പ് മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഫാൻഷിയാവോ ഞാൻ ശ്രമിച്ചിട്ടുള്ളതാണ്, എന്നാൽ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല, ഞാനാണെങ്കിൽ ഒരുപാട് വർഷം തെറാപ്പിയൊക്കെ ചെയ്തായിരുന്നു, അതിനുശേഷം വീണ്ടും ഞാൻ കടലിലേക്ക് വന്ന ടൈമിന് കടലൊന്ന് കാണാൻ പോലും പറ്റിയില്ല, അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ തന്നെ ഞാനാണെങ്കിൽ പേടിച്ചങ്ങ് മാറിപ്പോയി. വീണ്ടും ഞാൻ ഇതുപോലെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു, പക്ഷേ എന്നെക്കൊണ്ടൊന്നും തന്നെ നടന്നില്ല. പിന്നെ ഞാനൊന്നും ചെയ്യാനായിട്ട് നിന്നില്ല, പേടിച്ചോടി മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു പേടി എനിക്കിപ്പോഴും ഉണ്ട്. നിനക്കിതേപോലെ എന്തെങ്കിലും പേടികളുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഷുലാങ് അപ്പോൾ എനിക്കും ഉണ്ട്, എനിക്ക് ആക്ച്വലി നീന്താൻ പേടിയാണ്, പക്ഷേ ഞാൻ നന്നായിട്ട് നീന്തുമായിരുന്നു. മുമ്പ് കുഞ്ഞായിരുന്ന ടൈമിന് എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ ഭയങ്കര പാവപ്പെട്ടൊരു ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ അനിയനൊക്കെ ചേർന്നിട്ട് ഈ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ട്രാപ്പ് വയ്ക്കാനായി വെള്ളത്തിലേക്ക് ഇറങ്ങാറുണ്ട്. അപ്പോൾ ഞാനും മറ്റൊരു പയ്യനും ഉണ്ട്, അവനും ഞാനും ഇങ്ങനെ ട്രാപ്പ് വയ്ക്കും. ബാക്കി കുട്ടികളെക്കാളും കൂടുതലും മീനിനെ പിടിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ട് വെള്ളത്തിൻ്റെ അടിയിലോട്ട് ട്രാപ്പ് വയ്ക്കാമെന്നൊക്കെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് മീനിനെ കിട്ടാനായിട്ട് തുടങ്ങി. എന്നാൽ അവന് എനിക്കും ഒരുപാട് മീൻ കിട്ടുന്ന കാണുമ്പോഴത്തേക്കും പിന്നീട് എൻ്റെ അടുത്ത് ദേഷ്യമായി തുടങ്ങി. അങ്ങനെ ഒരിക്കൽ ട്രാപ്പിങ്ങനെ വെച്ചിട്ട് അവനാണെങ്കിൽ ആ ട്രാപ്പ് എടുക്കാൻ പോകുന്ന ടൈമിന് അവൻ്റെ കാലതിൽ കുരുങ്ങിപ്പോയി. അവൻ വെള്ളത്തിനടിയിൽ മുങ്ങുകയും ചെയ്തു. അവനെ ഞാനവനെ രക്ഷിക്കാനായിട്ട് പോയ സമയത്ത് അവൻ എന്നെയും കൂടെ വെള്ളത്തിലേക്ക് പിടിച്ചു വെച്ചു. എങ്ങനെയൊക്കെയാണ് അവനെ കൊണ്ട് ഞാൻ കരയിലേക്ക് എത്തിയത് തന്നെ. അന്ന് അവൻ ഓക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കാരണമാണ് അങ്ങനെ സംഭവിച്ചത്, ഞാൻ അവൻ്റെ ആ ഒരു മീൻ വെച്ചിരുന്ന ട്രാപ്പൊക്കെ എടുക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്നെ കുറേ കുറ്റം പറഞ്ഞു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഇതേപോലെ വീണ്ടും സംഭവിച്ചു. ഇതേ സെയിം റീസൺ കൊണ്ട് അവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അന്ന് ഞാനാണെങ്കിൽ അവനെ രക്ഷിക്കാനായിട്ട് ആദ്യം പോയില്ല, ഞാൻ പേടിച്ച് നിൽക്കുമായിരുന്നു. കാരണം മുമ്പ് അവൻ രക്ഷിച്ചപ്പോൾ അവൻ എന്നെ കുറ്റം പറഞ്ഞതും എല്ലാം തന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ പേടിച്ചാണ് നിന്നത്. പക്ഷേ ഞാൻ പോയി അവനെ രക്ഷിച്ചു. പക്ഷേ അവൻ ഒരുപാട് സമയം വെള്ളത്തിൽ നിന്നതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ബ്രെയിനിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അതിനുശേഷം ഞാൻ എൻ്റെ ലൈഫിൽ നീന്താൻ പോയിട്ടേ ഇല്ല എന്ന് പറയുന്നുണ്ട് ഫാൻഷിയാവോ. അപ്പോൾ നീ പറയുന്നത് നീ അവനെ നേരത്തെ രക്ഷിക്കാത്തതുകൊണ്ടാണ് അവനങ്ങനെ സംഭവിച്ചതെന്നാണോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ നേരത്തെ പോയിട്ട് മുമ്പത്തെ പോലെ തന്നെ അവൻ നിന്നെ വെള്ളത്തിലേക്ക് പിടിച്ച് മുക്കിയിരുന്നെങ്കിൽ
അതുമാത്രമല്ല അവ രക്ഷപ്പെട്ടിട്ട് നീ ആറിനാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് വീണ്ടും നിന്നെ തന്നെ പഴിചാരിയിരുന്നെങ്കിൽ അതുകൊണ്ട് നീയാണെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോകരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷുലാങ് ഫാൻഷി അവരോട് പറയുന്നുണ്ട്, നേരത്തെ നമ്മൾ റൂം ചെയ്ത സമയത്ത് നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു ഒരാൾ മരിക്കുകയും ജീവിക്കുന്നതെന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമില്ലെന്ന്. എന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നമുക്കും അതിലൊക്കെ എന്തെങ്കിലും ഒരു പങ്കുണ്ടാവുമല്ലോ. പിന്നെ എല്ലാ മനുഷ്യർക്കും ഓരോരോ പേടികളുണ്ട്, അത് നമ്മൾ ഫേസ് ചെയ്യാതിരിക്കുന്നു അതിനെ ഒഴിവാക്കുന്നു എന്ന് കരുതിയിട്ട് നമ്മളാണെങ്കിൽ ധൈര്യം ഇല്ലാത്തവരാണെന്നതും ആര് പറയാനും നമ്മൾ വിശ്വസിക്കാൻ പോകേണ്ട ആവശ്യമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, വേണ്ട, നമ്മൾ എന്തിനത് ഫേസ് ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ നിന്നെക്കൊണ്ട് ഈ കടലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല, നമുക്കത് വേണ്ട. നമുക്കിപ്പോൾ തന്നെ റൂമിലോട്ട് പോകാം, വിൻഡോയും ഡോറും എല്ലാം ലോക്ക് ചെയ്യാം, അപ്പോൾ ആ തിരമാലയുടെ സൗണ്ട് പോലും കേൾക്കാൻ പറ്റില്ല, നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇട്ടുവരുന്നവരെ ബൈ.